ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മുട്ടക്കുറുമയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ആയ കറുവാപ്പട്ട, 2 ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ഇടത്തരം സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 6 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തക്കാളിയുടെ ഉള്ളിലുള്ള അരി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പുളിപ്പ് നമുക്ക് തോന്നില്ല കറിക്ക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നീളത്തിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരല്പം കൂടുതലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമയ്ക്ക് ഇവിടെ അധികം വെള്ള കളറിലിരിക്കുന്നത് ഇഷ്ടമില്ല ആർക്കും. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നല്ലൊരു എരിവിനും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ പാല് പിഴിയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കണില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന 4 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഈ തേങ്ങാപ്പാലിൽ ഇട്ട് ചെറു തീയിൽ നമുക്കൊരു ആവി കയറ്റി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം.
ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട പൊടിഞ്ഞു പോകാതെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറു തീയിൽ വെച്ച് ചെറുതായിട്ട് തിള പൊട്ടുന്നത് ഇതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു വാസനയും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് യോജിപ്പിക്കുക. ദാ ഇപ്പോൾ ഒരു ചെറിയ തിള പൊട്ടുന്നുണ്ട്. ഇത്രയും നമുക്ക് ഇത് കുക്ക് ചെയ്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്താ അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തത്, പിന്നീട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ എഗ്ഗ് കുറുമയിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് ഉലുവപ്പൊടി കൂടി ചേർത്ത് വറയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉലുവപ്പൊടി കൂടി ചേർത്ത് വറയിടുമ്പോൾ നമ്മുടെ എഗ്ഗ് കുറുമയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഈ വറവിനെ നമ്മുടെ എഗ്ഗ് കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആഹാ, എന്തൊരു മണം വരണമെന്നറിയോ! നല്ലൊരു അരോമ വരണുണ്ട്. പിന്നെന്താ, നമ്മുടെ കറിക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും. ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഇത് തയ്യാറാക്കി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.